ലൈവിൽ വൈൽഡ് കാർഡായിട്ട് വന്ന 4 പേരോടെ ചേർന്നിരുന്ന് ചർച്ച ചെയ്യുകയാണ് ഇവരോട് എങ്ങനെ നിൽക്കണം എങ്ങനെ നിൽക്കണ്ട എന്നുള്ളത്. മസ്താനി ഇരുന്നിട്ട് കൊഞ്ഞണം കുത്തി കാണിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആൾക്കാരെ. അപ്പം ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഇങ്ങനെ കാണിക്കരുത്, ഇത് അവരുടെ ഒരു രീതിയല്ല നമ്മുടെ രീതി, അവർ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞ് നമ്മൾ തിരിച്ചങ്ങനെ കാണിക്കാൻ പാടില്ല. അതുപോലെ നീ ഷാനവാസിനോട് പോടാന്ന് വിളിക്കുന്നത് ഇനി വിളിക്കണ്ട, ഇതുവരെ വിളിച്ചത് പോട്ടെ, പക്ഷേ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, അനുമോൾ പോടാന്ന് വിളിക്കുന്നത് തല ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ, അല്ലാതെ തല ചരിച്ചിങ്ങനെ കാണിക്കുന്നുണ്ട് പോടാന്ന് വിളിക്കുന്നതായിട്ട് ആക്ട് ചെയ്ത് കാണിക്കുന്നു, പക്ഷേ വാ കൊണ്ടൊന്നും പറയത്തില്ല. അപ്പം വായിൽ നിന്ന് നമ്മൾ സൗണ്ടോടെ വിളിക്കുമ്പം അത് ക്യാമറയിലെല്ലാം വരും, അതിൻ്റെ കാര്യമില്ല. നീ വിളിക്കുമ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ച് വിളിച്ചാൽ മാത്രം മതി. ട്രിഗർ ചെയ്യുന്നെങ്കിൽ അങ്ങനെ മാത്രം ട്രിഗർ ചെയ്താൽ മതി. ഇവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ അടുത്ത് നിൽക്കേണ്ടത് എന്ന് ലക്ഷ്മി മസ്താനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിഷിനും പറയുന്നുണ്ട്, അവന് സൗണ്ട് ഉണ്ടോ, അവനെന്ത് സൗണ്ട്, അവന് എന്തോ പറയുന്നതെന്നും മനസ്സിലാവാനൊക്കാത്ത കണക്ക് കിടന്ന് ബഹളം വയ്ക്കുക. അപ്പം മസ്താനിയാണെങ്കിൽ ഷാനവാസ് പറഞ്ഞത് തന്തയ്ക്ക് വിളിച്ച സമയത്ത് ഷാനവാസ് എങ്ങനെയാണോ സംസാരിച്ച് അത് ഇത്രയും ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് മസ്താനി. എന്നിട്ട് മസ്താനി ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബിഗ് ബോസ് തന്നെയാണോ അതോ ഇവിടെ വേറെ വല്ലവരുടെയും രുദ്രൻ്റെ ആണ്ടവം പ്രോഗ്രാം വല്ലതും ആണോ ഇവിടെ നടക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ്, നിങ്ങൾ ഇതിന് മറുപടി പറയും എന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും റെസ്പെക്റ്റോടെ തന്നെയാണ് നിൽക്കേണ്ടത്, അപ്പോൾ ഒരാളെ ഇങ്ങനെ തന്തയ്ക്ക് വിളിച്ചൊന്നും ശരിയുള്ള കാര്യമില്ല, അതെന്തായാലും അതിന് തീരുമാനം ഉണ്ടാക്കണം, അത് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ ലക്ഷ്മി ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ സാബുമാനോട് ഇവർ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുന്നത്, നിൻ്റെ കല്യാണം വല്ല ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണോ, നീ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ എന്ന് ലക്ഷ്മി സാബുമാനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും അനു അവിടെ നിന്നുകൊണ്ട് മസ്താനിയെ വിളിക്കുന്നുണ്ട്. മസ്താനി പോകാനായിട്ട് എണീറ്റപ്പോഴത്തേനും ലക്ഷ്മി പറയുകയാണ്, ഡി നീ പോകണ്ട, ഇപ്പോൾ പോകണ്ട മസ്താനി, അവൾക്ക് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്, ഇവരൊക്കെ എന്തോ ഭാവിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല, മസ്താനി വെച്ചിട്ട് അനുമോൾ എന്തോ കണ്ടൻറ് ഉണ്ടാക്കാനാ, അനുമോളാണ് അവിടെ കണ്ടൻറ്റ്, ആ ഒരു ഈ ഒരു ബിഗ് ബോസ് സീസണിൻ്റെ കണ്ടൻറ്റ് പോലും അനുമോളാണ്, ഈ മസ്താനിയെ വെച്ചിട്ട് വേണോ അനുമോൾക്കൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ, അനുമോൾ ഒന്നും ചെയ്യാതെ മിണ്ടാതെ നിന്നാലും അതൊരു കണ്ടൻറ്റായി മാറുകയാണ്. ഇവരൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല. ഇത്രയും ദിവസം പുറത്തു നിന്ന് ഈ കളികളെല്ലാം വീക്ഷിച്ചിട്ട് വന്ന വൈൽഡ് കാർഡിന് ഇങ്ങനെയുള്ള ഇതായിപ്പോയി. പിന്നെ അന്നേരം അതിനകത്ത് നിൽക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പ്രേക്ഷകർ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. ഇവരിത്രയും കണ്ടതാണ്, പബ്ലിക്കിന് ഇത്രയും സപ്പോർട്ട് അനുമോൾക്ക് വേണ്ടി പബ്ലിക് എന്താണ് പറയുന്നതെന്നുള്ളത് ഇവർ കേട്ട് കഴിഞ്ഞതാണ്. ഇവർ വീഡിയോകൾ കണ്ടു കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയവരാണ്. എന്നിട്ട് പോലും അവർ പറയുന്നത് മസ്താനി എന്ന് കഴിയുമ്പം അനുമോൾക്ക് കണ്ടൻറ്റ് ആവുന്നു. അനുമോൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, വേറെ എന്തെങ്കിലും പറയാനായിട്ടായിരിക്കും മസ്താനി അനുമോൾ അങ്ങോട്ട് വിളിച്ചത്. ലക്ഷ്മിയുടെയൊക്കെ ആ ഒരു വർത്തമാനം നോക്കി. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്താം. ബിഗ് ബോസ് ലൈവിലെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.